ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ തടവുകാരൻ ലോക്കപ്പിൽ മരിച്ചതിനെ തുടർന്ന് സംഘർഷം. കല്ലേറും തീവെപ്പുമുണ്ടായി. 2 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചെയ്യുന്നു. ബൽറാം, എങ്ങനെയാണ് സംഘർഷം തുടങ്ങിയത്? ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടത്തിയതാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ വ്യാപക സംഘർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തടവുകാരനായ ആകാശ് എന്നയാൾ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നാണ് ഈ സംഘർഷമുണ്ടായത്. ഇതൊരു കസ്റ്റഡി മരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇയാളുടെ ബന്ധുക്കൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പോലീസ് സ്റ്റേഷന് നേരെ വ്യാപകമായി കല്ലേറുണ്ടായി. തുടർന്നാണ് 2 പോലീസുകാർക്ക് പരിക്കേറ്റത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ പ്രദേശത്തെ ആളുകൾ, അക്രമാസക്തരായ ആൾക്കൂട്ടം തീവെപ്പും കല്ലേറും വ്യാപകമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിൽ നിരവധി വാഹനങ്ങളും അഗ്നിക്ക് ഇരയായിരിക്കുന്നു. പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. സംഘർഷ സാഹചര്യം ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ്. ഇയാളുടെ ബന്ധുക്കൾ, ഈ മരിച്ച ആകാശിന്റെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധിക്കുന്നു. കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷം പൂർണ്ണമായും ശമിച്ചിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. സുഹൈൽ, ഈ കസ്റ്റഡി മരണമെന്ന ആരോപണത്തിലാണ് സംഘർഷം പുറപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്.